السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹയിലെ 111 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعنت الوجوه للحي القيوم وقد خاب من حمل ظلما ومن يعمل من الصالحات وهو مؤمن فلا يخاف ظلما ولا هضما. وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد لعلهم يتقون أو يحدث لهم ذكرا. وعنت الوجوه للحي القيوم وقد خاب من حمل ظلما ومن يعمل من الصالحات وهو مؤمن فلا يخاف ظلما ولا هضما. وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد لعلهم يتقون أو يحدث لهم ذكرا. കഴിഞ്ഞ ക്ലാസ്സെടുത്ത ആയത്തുകളിൽ ഖിയാമത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പരാമർശിച്ചത്. എല്ലാവരും ഒരു വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ആ വിളിച്ചവനെ പിന്തുടർന്നുകൊണ്ട് എല്ലാവരും പോകുന്ന ദിവസമുണ്ട്. എല്ലാ ശബ്ദങ്ങളും റഹ്മാൻ റബ്ബിനെ കീഴ്തുങ്ങും. അന്ന് നെടുവീർപ്പുകളല്ലാതെ മറ്റൊന്നും കേൾക്കാനാവുകയില്ല എന്ന് പറഞ്ഞു. അന്നാവട്ടെ ഒരാളുടെയും ശുപാർശ ഒരാൾക്കും ഉപകാരപ്പെടുകയുമില്ല. അല്ലാഹു തആല പ്രത്യേകമായി അനുവാദം നൽകി വാക്കാൽ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ ഒരു ശുപാർശയും ഉപകാരപ്പെടുകയില്ല. മാത്രവുമല്ല അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതുമെല്ലാം അല്ലാഹു തആല കൃത്യമായി അറിയുന്നു. എന്നാൽ അള്ളാഹുവിനെ പറ്റി
പരിപൂർണമായി അറിയാൻ അവർക്കാർക്കും സാധ്യവുമല്ല എന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ആയത്തിലെയും ആശയങ്ങൾ. വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. വഅനത്തിൽ വുജൂഹു, മുഖങ്ങൾ കീഴൊതുങ്ങിയിരിക്കുന്നു. അനത്ത് എന്ന് പറഞ്ഞാൽ ഖലഅത്ത് എന്നർത്ഥമാണ്. ഖലഅ, ഖശഅ, ദല്ല എന്നൊക്കെ അർത്ഥത്തിലാണ് അനാ യഅനു എന്ന പദം ഉപയോഗിക്കാറുള്ളത്. അനാ യഅനു, കീഴൊതുങ്ങുക, കീഴ്പ്പെടുക, വിനയപ്പെടുക, വിജയപ്പെടുക എന്നൊക്കെയാണ് അനാ എന്ന പദത്തിന് അർത്ഥം. യഅനു എന്നാണ് മുദാരി വരിക. വഅനത്തിൽ വുജൂഹു, അനാ അനത്ത്, ഇത് അല്ല, അത് ആന, അത് ഔന്, ആന യഊനു. ഇത് അനാ യഅനു എന്നാണ്. വഅനത്തിൽ വുജൂഹു, മുഖങ്ങൾ കീഴൊതുങ്ങിയിരിക്കുന്നു. ലിൽ ഹയ്യിൽ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായവന് എല്ലാ മുഖങ്ങളും എന്നതാ കീഴൊതുങ്ങിയിരിക്കുന്നു. എന്നും ജീവിച്ചിരിപ്പുള്ളവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അല്ലാഹു തആലാക്ക് എല്ലാവരുടെയും മുഖങ്ങൾ കീഴൊതുങ്ങിയിരിക്കുന്നു. ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്നും ജീവിച്ചിരിപ്പുള്ളവൻ. ഖയ്യൂം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ. മുദബ്ബിർ, അതാണ് ഖയ്യൂം, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ. അവയെല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാം അടക്കി ഭരിക്കുന്ന, എന്നും ജീവിച്ചിരിപ്പുള്ളവനായ അല്ലാഹു തആലയുടെ മുമ്പിൽ എല്ലാവരും കീഴൊതുങ്ങിയിരിക്കുന്നു. മേലെ പറഞ്ഞല്ലോ വഖശഅത്തിൽ അസ്വാത്ത്, ശബ്ദങ്ങൾ കീഴ്പ്പെട്ടു. മറ്റു പ്രയോഗമാണ് അനത്തിൽ വുജൂഹ്, മുഖങ്ങൾ കീഴൊതുങ്ങി എന്ന് പറഞ്ഞാൽ ആളുകൾ കീഴൊതുങ്ങി. ദിൽ ഹയ്യിൽ ഖയ്യൂം, ഹയ്യും ഖയ്യൂമായവന് മുഖങ്ങളെല്ലാം കീഴൊതുങ്ങിയിരിക്കുന്നു. വഖദ് ഖാബ മൻ ഹമല ളുൽമാ, വഖദ് ഖാബ, തീർച്ചയായും പരാജയപ്പെടുക തന്നെ ചെയ്തിരിക്കുന്നു. മൻ ഹമല ളുൽമാ, ആരാണോ ളുൽമ് പേറി വന്നവൻ, അന്യായങ്ങൾ, അക്രമങ്ങൾ പേറിയവനാരാണോ, വഹിച്ചവനാരാണോ, അവൻ പരാജയപ്പെടുക തന്നെ ചെയ്തു. വഖദ് ഖാബ മൻ ഹമല ളുൽമാ, ഖാബ എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു. ഖാബ ഖസിറ എന്നർത്ഥമാണ്. ഖാബ ഫാസ എന്നതിൻ്റെ വിപരീതമാണ്. ഫാസ, നജഹ, അഫ്ലഹ, വിജയിച്ചു. അതിൻ്റെ വിപരീതമാണ് ഖാബ, ഖസിറ, പരാജയപ്പെട്ടു, നഷ്ടക്കാരനായി. വഖദ് ഖാബ, തീർച്ചയായും പരാജിതനായി. മൻ ഹമല, വഹിച്ചവൻ, പേറിയവൻ, ളുൽമൻ, അക്രമത്തിൻ്റെ ഭാരം ചുമന്നവൻ, അക്രമം ചുമന്നു വന്നവൻ, അവൻ പരാജയപ്പെടുക തന്നെ ചെയ്തിരിക്കുന്നു. വമൻ യഅമൽ മിനസ്സാലിഹാത്തി വഹുവ മുഅ്മിൻ ഫലാ യഖാഫു ളുൽമൻ വലാ ഹൽമാ. വമൻ യഅമൽ, ആരാണോ പ്രവർത്തിച്ചത്, മിനസ്സാലിഹാത്തി, സ്വാലിഹായതിൽ നിന്ന് ആര് അമൽ ചെയ്തുവോ, വഹുവ മുഅ്മിനുൻ, അവൻ വിശ്വാസിയായിരിക്കെ, സത്യവിശ്വാസം സ്വീകരിക്കുന്നവനായിരിക്കെ അമൽ സ്വാലിഹാത്ത് ചെയ്തവരാരാണോ, അഥവാ ഈമാനും അമൽ സ്വാലിഹും ആർക്കാണോ ഉള്ളത്, അവർ ഫലാ യഖാഫു ളുൽമൻ വലാ ഹൽമാ, ഫലാ യഖാഫു, അവൻ ഭയപ്പെടേണ്ടി വരിക ഇല്ല, ളുൽമൻ, ഒരക്രമത്തെയും, വലാ ഹൽമാ, ഒരു അനീതിയെയും, ഒരു കമ്മിയാക്കലിനെയും അവൻ ഭയപ്പെടേണ്ടി വരിക ഇല്ല. ഈമാനും അമൽ സ്വാലിഹാത്തും ഉണ്ടെങ്കിൽ അവന് യാതൊരു ഭയപ്പാടും യാതൊരു പേടിയും അവന് ഉണ്ടാവേണ്ടതുമില്ല. ളുൽമൻ വലാ ഹൽമ, ഹൽമ എന്ന ശരിക്ക് നുഖ്സ് എന്നാണ്, കമ്മിയാക്കാണ്. ഇവിടെ ളുൽമും ഹൽമും ഏതാണ്ട് ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ്. അക്രമം, അന്യായം എന്ന അർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ളുൽമും ഹൽമും ഒന്നിച്ച് പറയുമ്പോൾ രണ്ടും ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് താനും. ളുൽമ എന്ന് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത് ചെയ്യാത്ത എന്തെങ്കിലും കുറ്റങ്ങൾ അവൻ്റെ പേരിൽ വെച്ച് കെട്ടിക്കൊണ്ട് അവരുടെ അക്രമം കാണിക്കുന്നതാണ്. ഹൽമ് ചെയ്തു പോയ അമലുകൾ എന്തെങ്കിലുമൊക്കെ രേഖപ്പെടുത്താതെ അതിൽ കുറവ് വരുത്തിക്കൊണ്ട് അവനോട് വല്ല അന്യായവും കാണിക്കുക. അപ്പം രണ്ടുമില്ല. ചെയ്യാത്ത പാപങ്ങൾ അവൻ്റെ പേരിൽ എഴുതി വെക്കുകയുമില്ല, ചെയ്തു വെച്ച നന്മ തൊട്ട് കിട്ടാതെ പോവുകയുമില്ല. അപ്പോൾ ഒരർത്ഥത്തിലുമുള്ള ളുൽമകൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയാനാണ് ഫലാ യഖാഫു ളുൽമൻ വലാ ഹൽമാ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നിച്ച് ഉപയോഗിക്കുമ്പോൾ രണ്ടും തമ്മിൽ ചില വ്യത്യാസമുണ്ടാകും. എന്നാൽ വ്യത്യസ്തമായി ഉപയോഗിക്കുമ്പോഴോ ളുൽമ മാത്രം പറഞ്ഞാൽ ഹൽമ എന്ന് അർത്ഥം പറയാം, ഹൽമ മാത്രം പറഞ്ഞാൽ ളുൽമ എന്നും അർത്ഥം പറയാം. അറബിയിൽ ചില പദങ്ങൾ അങ്ങനെയുണ്ട്.
ഒന്നിച്ചുപയോഗിക്കുമ്പോൾ വ്യത്യസ്ത അർത്ഥമായിരിക്കും, വ്യത്യസ്തമായി ഉപയോഗിക്കുമ്പോൾ ഒരേ അർത്ഥവുമായിരിക്കും. ഇദാ തഫറഖ ഇജ്തമഅ വഇദാ ഇജ്തമഅ തഫറഖ എന്ന് പറയും. ഒന്നിച്ചു വന്നാൽ വ്യത്യസ്തമാകും, വ്യത്യസ്തമായാൽ ഒന്നിച്ചാകും എന്നാണ് പറയുക. ഫഖീർ മിസ്കീൻ എന്ന പദം ഫഖീർ എന്ന അർത്ഥത്തിൽ മിസ്കീൻ ഉപയോഗിക്കാം, മിസ്കീനെ ഫഖീർ ഉപയോഗിക്കാം. എന്നാൽ ഒരേ സ്ഥലത്ത് ഫഖീറും മിസ്കീനും എന്ന് പറഞ്ഞാൽ ഫഖീർ വേറെ മിസ്കീന് വേറെ. ഖുർആൻ പറഞ്ഞു ഇന്നമ സ്വദഖാത്തു ലിൽ ഫഖറാഇ വൽ മസാകീൻ. സക്കാത്ത് പറഞ്ഞപ്പോൾ സക്കാത്തിന്റെ അവകാശികൾ ഫഖീറും മിസ്കീനുമാകുന്നു. അവിടെ ഫഖീർ വേറെയാണ്, മിസ്കീന് വേറെയാണ്. എന്നാൽ അല്ലാ യദ്ഖുലുന അലൈക്കും അൽയൗമ മിസ്കീൻ എന്ന് ഖുർആൻ ഉപയോഗിച്ച സ്ഥലത്ത്, സമാനമായ സ്ഥലത്തൊക്കെ അവിടെ മിസ്കീന് ഫഖീർ എന്നും അർത്ഥം പറയാം. അതേപോലെ ഉൽമ് അല്ല ഷിർക്ക് കുഫ്ർ, ഷിർക്ക് എന്ന് കുഫറിനും പറയാം, കുഫ്ർ എന്ന് ഷിർക്കിനും പറയാം. എന്നാൽ കുഫ്റും ഷിർക്കും എന്ന് ഉപയോഗിച്ചാൽ കുഫ്ർ വേറെ ഷിർക്ക് വേറെ. എന്നപ്പോൾ ലുൽമ് എന്ന് പറഞ്ഞാൽ ഹൽമ് ലുൽമാണ്, ലുൽമ് ഹൽമുമാണ്. അതേസമയം ലുൽമം വലാ ഹൽമ എന്ന് പറയുമ്പോൾ രണ്ടും വ്യത്യസ്തമായ ആശയമാണ്. ലുൽമ് അവൻ്റെ പേരിൽ ഇല്ലാത്ത വല്ലതും രേഖപ്പെടുത്തി വെച്ച് ചെയ്യാത്ത കുറ്റത്തിന് അവന് മേൽ ചുമത്തുക എന്നാണ് ഇവിടുത്തെ ലുൽമ്. ഹൽമ് എന്ന് പറയുമ്പോൾ ചെയ്തു വെച്ച നന്മകളിൽ വല്ല കുറവും വരുത്തി കിട്ടേണ്ടത് കിട്ടാതെ പോവുക, അതും ലുൽമ് തന്നെയാണ്. ആ രണ്ട് ലുൽമും അവൻ ഭയപ്പെടേണ്ടതില്ല. ഫലാ യഖാഫു ലുൽമൻ വലാ ഹൽമ, അവൻ അന്യായങ്ങളോ അക്രമങ്ങളോ ഭയപ്പെടേണ്ടി വരിക ഇല്ല എന്ന് അല്ലാഹു തആല പ്രത്യേകമായി എടുത്തു പറയുന്നു. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുന്നു, ഇവിടെ രണ്ടും നമ്മുടെ വ്യത്യാസം അന്ന ലുൽമ അൽ മൻഉ മിൻ ഹഖി കുല്ലി വൽ ഹൽമു അൽ മൻഉ മിൻ ബഅലിഹി. ഒരു വ്യത്യാസം അങ്ങനെ പറയുന്നു. എല്ലാ ഹക്കും നഷ്ടപ്പെടുക അത് ലുൽമാണ്, ചിലതൊക്കെ നഷ്ടപ്പെടുക അതിന് ഹൽമ് എന്ന് പറയാം. ഇതല്ലെങ്കിൽ രണ്ടും തമ്മിൽ വ്യത്യാസമുള്ളത് ഇതേപോലെ വ്യത്യസ്തമായ പ്രയോഗങ്ങൾ. അത് നേരത്തെ പറഞ്ഞതിന് ഒന്ന് അവൻ ചെയ്ത നന്മകൾ നഷ്ടപ്പെടുക, മറ്റൊന്ന് ചെയ്യാത്ത തിന്മകൾ അവൻ്റെ മേൽ ചാർത്തി വെക്കുക, അതിനും വ്യത്യാസമായി പ്രയോഗിക്കാറുണ്ട്. ഏതായാലും ഒരർത്ഥത്തിലുമുള്ള ദുൽമുകൾ അവൻ ഭയപ്പെടേണ്ടതില്ല. ഈമാനും അമലു സ്വാലിഹുമുള്ളവനാണെങ്കിൽ യാതൊരുവിധ അന്യായങ്ങളും അവന് ഭയപ്പെടേണ്ടി വരികയില്ല. അതേസമയം വഖദ് ഖാബ മൻ ഹമല ദുൽമ, ദുൽമും പേറി വന്നവനാരാണോ അവൻ പരാജയപ്പെട്ടവൻ തന്നെയാണ്. അപ്പോൾ പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗം ഈമാനും അമലു സ്വാലിഹും ഉണ്ടാവുക എന്നാണ്. അതല്ല ഒരുപാട് ദുൽമകൾ ചെയ്തുകൊണ്ടാണ് പരലോകത്ത് വരുന്നത് എങ്കിൽ അവൻ്റെ കാര്യം പരാജയം തന്നെ. ഇതോട് പരലോകവുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ അവസാനിച്ചു. ഇനി വകദാലിക അൻസൽനാഹു ഖുർആനൻ അറബിയ്യ, വകദാലിക ഇപ്രകാരം, വകദാലിക ഇപ്രകാരം അഥവാ ഈ വിശദീകരിക്കപ്പെട്ടതുപോലെ വിശുദ്ധ ഖുർആൻ ഇതുവരെ പറഞ്ഞ ഈ സൂറത്തിൽ പ്രത്യേകിച്ചും പറഞ്ഞ ഈ തർത്തീബിൽ ഈ നിലയ്ക്ക് തന്നെ അൻസൽനാഹു ഖുർആൻ അറബിയ്യ, അൻസൽനാഹു നാം ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു ഖുർആനൻ അറബിയ്യ, അറബി ഭാഷയിലുള്ള ഖുർആനായിക്കൊണ്ടാണ് നാം ഇതിനെ ഇതേ പ്രകാരം ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ സൂറത്ത് തോഹ എൻ്റെ അവസാനത്തേക്ക് എത്തുകയാണല്ലോ. അപ്പോൾ തുടക്കം മുതൽ പ്രവാചകൻ്റെ പ്രവാചകത്വവും അതിനൊരു സമാനമായി മുസാ നബിയുടെ ജീവചരിത്രവും ഒക്കെ പല തൗഹീദും പരലോകവും എല്ലാം പറഞ്ഞു. ഇത് തന്നെയാണ് ഖുർആനിൻ്റെ ഓർഡർ. അതാണ് വകദാലിക ഇപ്രകാരം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഖുർആൻ്റെ മൊത്തം അധ്യാപനങ്ങൾ. ഈ ഒരു ആശയം തന്നെ ഖുർആൻ എല്ലാ സ്ഥലത്തും പറഞ്ഞത്. നബിയുടെ നുബുവത്തും അതേപോലെ പരലോകവും അള്ളാഹിൻ്റെ ഏകത്വവും ഇത് തന്നെയാണ് ഖുർആൻ്റെ ആകത്തുക. ഇത് നാം ഇറക്കിയതാവട്ടെ അൻസൽനാഹു നാം ഇറക്കിയിരിക്കുന്നു ഖുർആൻ അറബിയ്യ, അറബി ഭാഷയിലുള്ള ഖുർആനായി നാം ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. അതെ, ഖുർആനെ, ഈ ദിക്റിനെ, ഈ ഉത്ബോധനത്തെ, അതെ ഖുർആൻ നാം ഇറക്കി എങ്ങനെ? ഖുർആൻ അറബിയ്യ, അറബിയുള്ള ഖുർആനായിക്കൊണ്ടാണ് ഈ ഖുർആൻ നാം ഇറക്കിയിരിക്കുന്നത് എന്നർത്ഥം. മാത്രവുമല്ല വസറഫ്നാ ഫീഹി മിനൽ വഈദ്, വസറഫ്നാ നാം അതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നു. സറഫ കൈകാര്യം ചെയ്തു എന്നാണ്, അല്ലെങ്കിൽ വിവരിച്ചു. സറഫ ബയ്യന വ്യക്തമാക്കി, വിവരിച്ചു, ക്രയവിക്രയം ചെയ്തു എന്നൊക്കെയാണ് സറഫ യുസരിഫു എന്ന പദം. വസറഫ്ന നാം വിവരിക്കുകയും ചെയ്തിരിക്കുന്നു ഫീഹി അതിൽ മിനൽ വഈദി താക്കീതുകൾ, വഈദ് താക്കീദ്, തഹ്ദീദ് താക്കീതുകൾ, നദീറുകൾ നാം ഇതിൽ വിവരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തിനാണതൊക്കെ? ലഅല്ലഹും യത്തഖൂന ഔ യുഹ്ദിസു ലഹും ദിക്റാ, ലഅല്ലഹും യത്തഖൂൻ ഒരുപക്ഷെ അവർ തഖ്വയുള്ളവരായേക്കാം,
സൂക്ഷ്മതയുള്ളവർ ആയേക്കാം. ഔ യുഹ്ദിസ് ലഹും ദിക്റ, അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബോധമുണ്ടായേക്കാം, എന്തെങ്കിലും ഒരു ദിക്ർ, ഉത്ബോധനം അവർക്ക് പുതുതായി കിട്ടിയേക്കാം. ഒരുപക്ഷെ ഈ ഖുർആനിക ആശയങ്ങൾ, ഈ വചനങ്ങൾ ഇത് കേട്ട് അവർ മാറി അവർ മുത്തഖീകളായി വന്നേക്കാം. അതൊന്നുമല്ല, ഒരു ചെറിയ ബോധമെങ്കിലും, ഒരു ചെറിയ ഒരു തിരിച്ചറിവെങ്കിലും അവർക്കുണ്ടാവുകയും ചെയ്തേക്കാം. ആ നിലക്കാണ് നാം ഖുർആൻ ഇറക്കിയിരിക്കുന്നത്. അല്ല, ഹദസ പുതുതായി ഉണ്ടാവുക. ഹദസ ഉണ്ടായി, അഹ്ദസ ഉണ്ടാക്കി, ഔ യുഹ്ദിസു ഇത് ഉണ്ടാക്കിയേക്കാം, ലഹും അവർക്ക് എന്തുണ്ടാക്കിയേക്കാം, ദിക്റ ഒരു ഉത്ബോധനം, ഒരു ബോധോദയം, ഒരു ചെറിയ എന്തെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ചെറിയൊരു ബോധമെങ്കിലും അവർക്ക് ഉണ്ടാക്കുകയും ചെയ്തേക്കാം എന്ന നിലക്കാണ് ഈ ഖുർആൻ ഇറക്കിയേക്കുക. എല്ലാവരും മാറി വരുന്നില്ല, ഒരു പക്ഷെ മാറി തഖ്വയുള്ളവരായി മാറും, ചിലർക്ക് അതൊന്നുമില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു ബോധമെങ്കിലും ഒരു തിരിച്ചറിവെങ്കിലും ഉണ്ടാകാൻ നിമിത്തമാകും. ആ നിലക്കാണ് ഇത് എല്ലാത്തരം വഈദുകളും വ്യത്യസ്തമായ താക്കീതുകൾ നാം ഈ ഖുർആനിൽ വിവരിച്ചത് ആ ഒരു നിലക്ക് തന്നെയാകുന്നു എന്നാണ്. തുടക്കം അതാണ്. മൂസാ നബി അലൈഹി സ്വലാം ഫിറഔനിലേക്ക് പോയതും അവിടെ ഉത്ബോധനം നൽകിയതും മാറാൻ പ്രേരിപ്പിച്ചുമാണ് അവിടെയുള്ളത്. അപ്പോൾ ഈ ഖുർആനും അതേ ആശയം തന്നെയാണ്. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിറഔന് മുമ്പിൽ ചെന്ന് നിർവഹിച്ച ദൗത്യം എന്താണോ അതേ ദൗത്യവുമായി തന്നെയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിലേക്കും വന്നിരിക്കുന്നത്. അതിനാണ് ഖുർആൻ ഇറക്കിയിരിക്കുന്നത്. ഈ ഖുർആൻ ആളുകൾക്ക് മാറ്റമുണ്ടാക്കും. ചിലരൊക്കെ മാറി അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരായി മാറും, അതല്ലെങ്കിൽ എന്തെങ്കിലും അർത്ഥത്തിലുള്ള ചില മാറ്റമെങ്കിലും ആളുകളിൽ ഉണ്ടാകും. അത് തന്നെയാണ് ഈ ഖുർആൻ ഇറക്കിയിരിക്കുന്നത് എന്ന് അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. വല്ലാഹു അഅലം. മൊത്തമർത്ഥം വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം, എന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായുള്ളവന് മുഖങ്ങൾ കീഴൊതുങ്ങിയിരിക്കുന്നു. വഖദ് ഖാബ മൻ ഹമല ദുൽമ, അക്രമത്തിൻ്റെ ഭാരം ചുമന്നവൻ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി വഹുവ മുഅ്മിനുൻ, ആരെങ്കിലും സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങളും വല്ലതും പ്രവർത്തിക്കുന്ന പക്ഷം ഫലാ യഖാഫു ദുൽമൻ വലാ ഹൽമ, അവൻ അക്രമത്തെയോ അനീതിയെയോ ഭയപ്പെടേണ്ടി വരികയില്ല. വകദാലിക അൻസൽനാഹു ഖുർആനൻ അറബിയ്യ, അപ്രകാരം അറബിയിൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമായി നാം ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. വസറഫ്നാ ഫീഹി മിനൽ വഈദ്, ഇതിൽ നാം താക്കീതുകൾ വിവിധ രൂപത്തിൽ വിവരിക്കുകയും ചെയ്തിരിക്കുന്നു. ലഅല്ലഹും യത്തഖൂന ഔ യുഹ്ദിസു ലഹും ദിക്റ, അവർ സൂക്ഷ്മതയുള്ളവരാവുകയോ അവർക്ക് ബോധമുണ്ടാവുകയോ ചെയ്യുന്നവരാകാൻ വേണ്ടിയാകുന്നു അത്. അല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം വഖദ് ഖാബ മൻ ഹമല ദുൽമാ ومن يعمل من الصالحات وهو مؤمن فلا يخاف ظلما ولا هضما وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد لعلهم يتقون أو يحدث لهم ذكرا. سبحانك اللهم وبحمدك. السلام عليكم.